ബിഗ് ബോസ് അഗ്നി പരീക്ഷയിലെ അവസാനത്തെ 12 പേരില് അവിടെ ഉള്ളവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു 2 താരങ്ങളുണ്ട്, 2 പ്ലേയേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് സോന, മറ്റൊന്നാണ് ഷിജിൻ. സോനയെ അവിടെ ഉള്ളവർ അധിക പേരും ഡിസേർവ്ഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആയി കാണുന്നില്ല. ടോപ്പ് 12 ഭാഗ്യം കൊണ്ട് എത്തിപ്പെട്ടതാണെന്നും സോന കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്, ആക്ച്വലി എന്റെ അഭിപ്രായം അത് തന്നെയാണ്. സോനയിൽ നിന്ന് ഒരു പെർഫോമൻസും ഞാൻ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു സിമ്പതി തോന്നും സോനയോട്. സോ അത് മണ്ടത്തരമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ കളിച്ചത് അതുപോലെ കളിച്ചാൽ സോനയെ എളുപ്പം പുറത്താക്കാൻ പറ്റും. കാരണം സോനയിൽ നിന്ന് നല്ല പെർഫോമൻസ് വന്നിട്ടില്ല. ഇനി വരാണെങ്കിൽ ഓക്കെ. പിന്നെ പറയാനുള്ളത് ഷിജിനെ എന്തുകൊണ്ടാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ നല്ല രീതിയിൽ ഷിജിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 10ാമത്തെ എപ്പിസോഡിൽ മനസ്സിലായതാണ്. ഈ ഷിജിനായിരുന്നു വലിയൊരു കംബാക്ക് അടിച്ചിട്ടുമില്ല. ഒരു കംബാക്ക് ഇനി ഷിജിനെ അടിച്ചേ പറ്റൂ. കാരണം ഷിജിന് ഒരു അവസരം കിട്ടിയതാണ്. 10th എപ്പിസോഡിൽ എലിമിനേഷൻ ഇല്ല, പക്ഷെ അവസാനം വരെ നിന്നത് നോമിനേഷനിൽ ഷിജിനായിരുന്നു. സോ ഷിജിന് ഒരു കംബാക്ക് അടിക്കണം. ഇന്നലത്തെ എപ്പിസോഡിൽ ഷിജിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ കാര്യമായി സമയമില്ല. ഷിജിന് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചാലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് അഫിനിയാസ് ആണ്. പക്ഷെ ഇന്നലത്തെ അഫിനിയാസിന്റെ പെർഫോമൻസ് കിടിലമായിരുന്നു. ഇന്നലെ ആ ടാസ്കിൽ നല്ല രീതിയിൽ അഫിനിയാസ് പെർഫോം ചെയ്തു. അതായത് ഇവരൊക്കെ പേര് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവര് ഡിസേർവ്ഡ് അല്ല എന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഇന്നലെ അഫ്നാസ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇനി സോനുവും ഷിജിനൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ പുറത്ത് പോകേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു 3 പേരാരാ? എന്റെ അഭിപ്രായത്തിൽ സോന, ഷിജിൻ, അഫ്നാസ് ആണ് നിലവില്. ബട്ട് ഇന്നലെ അഫ്നാസ് ഒന്ന് സ്കോർ ചെയ്തു. തുടർച്ചയായി അടുത്ത എപ്പിസോഡിലോ ഒന്നും കൂടി സ്കോർ ചെയ്താൽ അഫ്നാസിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു കാറ്റഗറിയിലേക്ക് മാറ്റും. ഓക്കെ.